ഒരു പെണ്ണിന്റെ ശക്തി എന്താണെന്ന് ഒരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്ന് അറിയോ? അതല്ല, മറ്റൊരാളെ ആശ്രയിച്ച് ഒരാളുടെ ശക്തി, അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും എങ്ങനെ ഉണ്ടാവാനാണ്? ഒരു പെണ്ണിന്റെ ശക്തി എന്ന് പറയുന്നത് അവൾക്ക് സ്വന്തം കാലം നിൽക്കാനുള്ള കഴിവാണ്. അതായത് ജോലി, വരുമാനം, അതിന് പ്രാഥമികമായി വിദ്യാഭ്യാസം. ഒരു പെണ്ണ് മറ്റൊരാളെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ മറ്റൊരാളുടെ കീഴിലായി പോകും, അയാളുടെ ആജ്ഞാന വൃത്തിയായി പോകും. പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ ഒരാളുടെ ചിലവിൽ പൂർണ്ണമായി വരുമ്പോൾ അയാൾക്ക് ചിലവിൽ ജീവിക്കുന്നയാളെ ഭരിക്കാൻ നാച്ചുറലായിട്ട് തോന്നാം. ഒരുപാട് സ്ത്രീകൾ കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭർത്താവ് അത് വാങ്ങിത്തരില്ല, ഇത് വാങ്ങിത്തരില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാമല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കാര്യങ്ങൾ നോക്കാമല്ലോ. അതിനുള്ള സാഹചര്യങ്ങൾ ചുറ്റുമുണ്ട്, ജോലി സാധ്യതകളുണ്ട്. എൻ്റെ ഓരോ കാര്യങ്ങൾക്കും ഞാൻ മറ്റൊരാളെ, അത് ആരുമായിക്കോട്ടെ, ആശ്രയിക്കേണ്ടി വരുന്നത്ര ഗതികേട് വേറെ ഒന്നിനുമില്ല. പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ടോ നമ്മൾ വിഷമിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ എന്ത് കാര്യം? നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. അതിന് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനും പറ്റണം. അപ്പോൾ ഒരു പെണ്ണിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഒരാണിന്റെ നെഞ്ചിലെ സ്നേഹവും ചൂടും കരുത്തും മറ്റേതും മറിച്ചതും മണ്ണാങ്കട്ടെ ഒന്നുമല്ല. അവൻ സ്വന്തം കാലിൽ നിന്ന് സ്വന്തം കാര്യം ചെയ്യുക എന്നതാണ്. അതിൻ്റെ അർത്ഥം എനിക്ക് കുറച്ച് വരുമാനമുണ്ട്, എനിക്ക് എന്ത് തോന്നിയവാസവും ചെയ്ത് കളയാമെന്നല്ല. നിങ്ങളൊരു കുടുംബ സെറ്റപ്പ്, കുടുംബത്തിന്റെ ചട്ടക്കൂട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തതെങ്കിലും ചെയ്യാൻ ശ്രമിക്കേണ്ടതുമാണ്. നമുക്ക് മറ്റെല്ലാത്തിലും ഇക്വാലിറ്റി വേണം, സമത്വം വേണം. പക്ഷെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടോ ആണുങ്ങളാണ് നോക്കേണ്ടത് എന്നൊരു പോളിസി പണ്ടുകാലം മുതലേ തുടർന്ന് വന്നത് ഇപ്പോഴും തുടർന്ന് പോകുന്നില്ലേ? കുറച്ചു പേരെങ്കിലും അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ സമയമായി. ആണിൻ്റെ നെഞ്ചിലെ ചൂടും ചങ്കൂറ്റവും ഒന്നുമല്ല, സ്വന്തം കാര്യം സ്വന്തമായി നോക്കാൻ പറ്റുന്നിടത്താണ് ഒരു സ്ത്രീയുടെ ധൈര്യം. എത്രയൊക്കെ വാങ്ങിച്ചാലും കാണാതെ പോകുന്ന ചില സാധനങ്ങളുണ്ട്. ചെറിയ ചെറിയ കമ്മലുകൾ, സ്ലൈഡ്, പിന്ന്, ക്ലിപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ അല്ലേ? അങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടിയാണ് സ്വന്തമായി വരുമാനമില്ലാത്ത സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഭർത്താവിനെയോ മറ്റുള്ളവരെയോ ആശ്രയിക്കേണ്ടി വരുന്നത് അത്തരം കാര്യങ്ങൾക്കാണ്. നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾക്കെങ്കിലും നമ്മളെ കൊണ്ട് പറ്റണം. അത്യാവശ്യം ഇത്തരം സാധനങ്ങൾക്കായി ഞാൻ നല്ലൊരു പേജ് നിങ്ങളെ സജസ്റ്റ് ചെയ്ത് തരട്ടെ. ജ്വൽ ഹെവൻ. ജ്വൽ ഹെവനിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ സാധനങ്ങൾ വളരെ റീസണബിളായ വിലയിൽ ലഭിക്കും. നല്ല മാലകൾ, കമ്മലുകൾ, ക്ലിപ്പുകൾ, സ്ലൈഡുകൾ, പെൺകുട്ടികൾക്കുള്ള അങ്ങനത്തെ എല്ലാ സാധനങ്ങളും. ലിങ്ക് ഞാൻ നൽകിയേക്കാം, വാട്സപ്പ് നമ്പറും നൽകിയേക്കാം. ഒരു സ്ത്രീ അവളുടെ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾക്ക് വരെ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടുമ്പോൾ അവൾക്ക് സ്വയവും ഈ തരുന്ന ആൾക്കും അവളിൽ ഒരു വില തോന്നില്ല. അപ്പോൾ പെണ്ണിൻ്റെ ധൈര്യം ആണിൻ്റെ നെഞ്ചിലെ ചൂടിലും ചങ്കിലെ ഉറപ്പിലും ഒന്നുമല്ല, അവനവന് കൊടുക്കുന്ന സെൽഫ് റെസ്പെക്റ്റിലും സ്വന്തം കാലിൽ നിൽക്കാനും സമ്പാദിക്കാനുമുള്ള കഴിവിലുമാണ്.